അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാഠം 8. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം ഏതാണ്? പാഠം 8. എന്താണ് പാഠത്തിൻ്റെ പേര്? അധ്യായത്തിൻ്റെ പേരെന്താ? സിലത്തുർ റഹിം. സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കൽ. കുടുംബബന്ധം ചേർക്കൽ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മളെ പാഠം. നമുക്കെല്ലാവർക്കും കുടുംബക്കാരില്ലേ? ഇല്ലേ? ഉമ്മാൻ്റെ കുടുംബക്കാരുണ്ടാവും, ഉപ്പാൻ്റെ കുടുംബക്കാരുണ്ടാവും, ഇല്ലേ? അങ്ങനെ എല്ലാ കുറേ കുടുംബക്കാരുണ്ടാവും, ഇല്ലേ? നമുക്ക് സൃഷ്ടാവായ അള്ളാഹു ബന്ധം പുലർത്തുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട്. അള്ളാഹുമായിട്ട് കണക്ഷൻ ഉണ്ടാവുന്ന, അള്ളാഹുമായിട്ട് കണക്ഷനുള്ള ഒരു വിഭാഗം ആളുകൾ ഉണ്ട്. അവർ ആരാണെന്നറിയാമോ? പുസ്തകം നോക്കിയേ. അവർ ആരാണെന്നറിയാമോ? കേട്ടോളൂ. കുടുംബബന്ധം ചേർക്കുന്നവരാകുന്നു അവർ, അല്ലേ? അതായത് കുടുംബബന്ധം ചേർക്കുന്നവർ, അല്ലേ? കുടുംബക്കാരിലേക്ക് നമ്മൾ അവരെ സഹായിക്കുക, അവരെ സഹകരിക്കുക, അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് അവർ. അങ്ങനെ അല്ലാഹു തആല റഹിമിനോട് ചോദിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു. റഹിം എന്ന് പറഞ്ഞാൽ കുടുംബബന്ധത്തിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? എന്താ പറഞ്ഞത്? മൻ വസലക്കി വസൽതുഹു വമൻ ഖതഅകി ഖതഅതുഹു. മൻ വസലക്കി, ആരെങ്കിലും നിന്നെ ചേർത്താൽ, വസൽതുഹു, ഞാൻ എന്ത് ചെയ്യും? അവനെ ചേർത്തു. വമൻ ഖതഅകി, ആരെങ്കിലും നിന്നെ മുറിച്ചാൽ, ഖതഅതുഹു, ഞാൻ നിന്നെ മുറിച്ചു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു തആല പറയാൻ, മൻ വസലക്കി, വല്ലൊരുത്തനും നിന്നെ ചേർത്താൽ, കുടുംബബന്ധം വല്ലൊരുത്തനും ചേർത്താൽ എന്ത് ചെയ്യും? വസൽതുഹു, ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകും. ഇനിയോ വമൻ ഖതഅകി, വല്ലൊരുത്തനും നിന്നെ മുറിച്ചാലോ, കുടുംബബന്ധമേ നിന്നെ വല്ലൊരുത്തനും മുറിച്ചാൽ, ഖതഅതുഹു, എന്ത് ചെയ്യും? ഞാനും നിന്നെ എന്ത് ചെയ്യും? ഞാനും നിന്നെ ഒഴിവാക്കും എന്ന് ആര് പറഞ്ഞു? കുടുംബത്തോട് അള്ളാഹു പറഞ്ഞു. ഈ ഹദീസ് ആരാ ഉദ്ധരിച്ചത്? ബുഖാരി റളിയല്ലാഹു അൻഹു, അല്ലേ? അതാക്കണം. അത് താഴെ അതിൻ്റെ അർത്ഥം കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോളൂ. നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും, നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും. മനസ്സിലായോ? അല്ലേ? ആ പാരഗ്രാഫ് മനസ്സിലായില്ലേ? കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു. വല്ലൊരുത്തനും യുഅ്മിനു ബില്ലാഹി, അല്ലാഹുവിലും അന്ത്യനാളിലും വല്ല ഒരുത്തനും വിശ്വസിക്കുന്നു എങ്കിൽ അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ, കുടുംബബന്ധം ചേർക്കട്ടെ. അല്ലാഹുവിൽ അവന് വിശ്വാസമുണ്ടോ, അള്ളാഹുവിൻ്റെ അന്ത്യനാളിൽ അവന് വിശ്വാസമുണ്ടോ എങ്കിൽ അവൻ എന്താക്കണം? കുടുംബബന്ധം ചേർക്കണം, കുടുംബക്കാരുമായി നല്ല നിലയിൽ വർത്തിക്കണം എന്നാണ് മുത്തഫഖുൻ അലൈഹി. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കിക്കോളൂ. ബന്ധുക്കളെ സന്ദർശിക്കുക, സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ആവശ്യഘട്ടങ്ങളിൽ സഹായിക്കുക തുടങ്ങി അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏത് നല്ല കാര്യവും കുടുംബബന്ധം പുലർത്തലാണ്. ഇങ്ങനെ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, എന്ത് ഖിദ്മ ചെയ്യുന്നുണ്ടോ, അതൊക്കെ എന്താണ്? കുടുംബബന്ധം പുലർത്തലാണ്. ഇങ്ങോട്ട് ബന്ധം പുലർത്താത്തവരോടും അകന്ന് നിൽക്കുന്നവരോടും അങ്ങോട്ട് ബന്ധം പുലർത്തണം. നമ്മളോട് ഇങ്ങോട്ട് മിണ്ടാത്ത ആളുകളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് ബന്ധം പുലർത്തണം. അവരെ കാണുമ്പോൾ സലാം പറയുക, അവരോട് സുഖവിവരങ്ങൾ അന്വേഷിക്കുക, ആവശ്യം കണ്ടറിഞ്ഞ് സഹായവും പിന്തുണയും നൽകണം, അല്ലേ? എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട്, ഇപ്പോൾ നമ്മളൊരു കുടുംബക്കാരൻ അവിടെ നിന്ന് വണ്ടി കുടുങ്ങിയെന്ന് വിചാരിച്ചോ, അപ്പം എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്ത് കാണാത്ത പോലെ പോകാൻ പാടില്ല. അവൻ നമ്മളോട് മിണ്ടാത്ത ആളായിരിക്കാം, പക്ഷേ നമ്മളെന്ത് ചെയ്യണം? കണ്ടറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ വണ്ടി തള്ളിക്കൊടുക്കാൻ നമ്മൾ സഹായിക്കണം. അപ്പം അങ്ങനെ ആകുമ്പോഴേ എന്താവുള്ളൂ? അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ.
മനസ്സിലാകുന്നുണ്ടോ? ഇടയ്ക്കിടെ എന്ത് ചെയ്യണം? ഇടയ്ക്കിടെ കണ്ട് ബന്ധം പുതുക്കണം. ഇടയ്ക്കിടെ നമ്മൾ കാണാൻ പോകണം. സൗകര്യപ്പെടുന്ന സമയത്തൊക്കെ ഒന്ന് കാണാൻ പോവുക. അപ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. കുടുംബബന്ധം ചേർക്കുന്നവന് ഇരുലോകത്തും നിരവധി ഗുണങ്ങൾ ലഭിക്കും. ഇരുലോകം മീൻസ് ഈ ദുനിയാവിലും നാളെ മഹ്ശറയിലും എന്ത് ചെയ്യും? ഗുണങ്ങൾ ലഭിക്കും. ഇന്ന് നോക്കൂ, ആഹാരത്തിൽ സമൃദ്ധി ലഭിക്കണമെന്നും, ആഹാരത്തിൽ സമൃദ്ധി അല്ലേ, നല്ല ആഹാരം അല്ലേ, വിശാലത, ആയുസ് ദീർഘിക്കണമെന്നും അല്ലേ, ദീർഘായുസ് അല്ലേ, ആഫിയത്തുള്ള ദീർഘായുസ് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം പുലർത്തട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ അല്ലേ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അല്ലേ, മനസ്സിലാവില്ലേ? അപ്പം എന്ത് ചെയ്യണം? നമ്മൾ കുടുംബബന്ധം പുലർത്തണം അല്ലേ. ഉണ്ടായി നിൽക്കുന്ന കുടുംബക്കാരോടൊക്കെ നമ്മൾ മിണ്ടണം. അപ്പോഴേ എന്താവുക? നമ്മൾ പഠിക്കുന്നത് എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ പഠിച്ചല്ലോ. അപ്പം നമ്മൾ പഠിക്കുന്നത് നമുക്ക് നാഫിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ പ്രവർത്തനങ്ങൾ നമ്മളെ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. മനസ്സിലായോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തെ തൊട്ട് ദൂരത്താക്കുകയും ചെയ്യുന്ന ഒരു അമൽ പറഞ്ഞു തരിക. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക അല്ലേ, സ്വർഗത്തിലേക്ക് കടക്കും ഞാൻ ആ അമൽ ചെയ്താൽ. നരകത്തിനെ തൊട്ടെന്താവും? നരകത്തിലേക്ക് ഞാൻ പ്രവേശിക്കൂല. അങ്ങനത്തെ ഒരു അമൽ പറഞ്ഞു തരിക എന്ന് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പുസ്തകം നോക്കി, അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതെ അവനെ ആരാധിക്കുക. അള്ളാഹുവിനെ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഷിർക്ക്. അള്ളാഹുവിനെ പോലെ മറ്റൊരു ആരാധ്യൻ ഉണ്ട് എന്ന് വിശ്വസിക്കലാണല്ലോ ഷിർക്ക് അല്ലേ? ഓക്കെ. അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതെ അവനെ ആരാധിക്കുക. നോക്കിക്കോളൂ, നിസ്കാരം നിലനിർത്തുക, നിസ്കരിക്കുക, സകാത്ത് കൊടുക്കുക, സകാത്ത് നൽകുക, കുടുംബബന്ധം ചേർക്കുക, കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സദഖ അല്ലേ, നമ്മളെ കുടുംബക്കാർക്ക് നൽകുന്ന സദഖയ്ക്ക് 2 പ്രതിഫലമുണ്ട്. 2 പ്രതിഫലം. ഒന്ന് എന്താ? സദഖയുടെ പ്രതിഫലം. ഒന്ന് സദഖ കൊടുത്ത പ്രതിഫലം. മറ്റൊന്നോ കുടുംബബന്ധം ചേർത്ത പ്രതിഫലം. അപ്പൊ 2 പ്രതിഫലമായി അല്ലേ. കുടുംബബന്ധം മുറിക്കൽ മഹാപാപമാണ്. ബുക്ക് നോക്കൂ, കുടുംബബന്ധം മുറിക്കൽ മഹാപാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ മുത്തഫഖുൻ അലൈഹി. എന്താണ് അർത്ഥം? കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കുടുംബബന്ധം മുറിക്കുന്നവൻ അപ്പോൾ നോക്കിക്കോ, കുടുംബബന്ധം പുലർത്തി സ്വർഗപ്രവേശനം നേടുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. ആമീൻ. ഇത്രയേ ഉള്ളൂ പാഠം. അപ്പം എന്താ മനസ്സിലായി? കുടുംബബന്ധം എന്നുള്ളത് മുഖ്യമായ ഒരു വിഷയമാണ്, മുഖ്യമായ കാര്യമാണ്. വല്ല ഒരുത്തനും കുടുംബബന്ധം ചേർത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല? സ്വർഗത്തിൽ കിടക്കൂല. അള്ളാഹു നല്ല കുടുംബബന്ധം ചേർക്കുന്ന നല്ല ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.